കാനഡയിൽ മഞ്ഞ് ക്ലീൻ ചെയ്യുന്ന മെഷീനാണിത് ഗായ്സ്. നമുക്ക് മഞ്ഞുമല ഓളൊന്ന് കാനഡയിൽ പോയിന്റെ പ്രഹസനം വീണു. ആളുകൾ വിചാരിക്കും ഈ പെണ്ണിന് വട്ടായോന്ന്. നമുക്കൊരു സ്നോമാൻ ഉണ്ടാക്കിയാലോ കാക്കു? ഹലോ ഗൈസ്, ഇന്ന് നമ്മളുടെ വീഡിയോ തണുക്കുണ്ട്, ഒരു വിൻ്റർ വ്ളോഗാണ് കേട്ടോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. നമ്മൾ വിൻ്ററിൻ്റെ ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ഭയങ്കര വിജൃംഭിച്ച് നടത്തിക്കണമെങ്കിലും വിൻ്ററിൻ്റെ വീഡിയോ നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. കാരണം നമുക്കിവിടെ അതിന് മാത്രം സ്നോ കിട്ടിയിട്ടില്ല. പൊതുവേ ഇപ്പോൾ ഇവിടെ തണുപ്പ് ഇയർ ബൈ ഇയർ ആയിട്ട് കുറഞ്ഞു വരികയാണല്ലോ, അതുകൊണ്ട്. പക്ഷെ ഇന്ന് കണ്ടോ, ഇന്നിവിടെ നല്ല മഞ്ഞാണ്, അത്യാവശ്യം നല്ല ഹൈറ്റിൽ മഞ്ഞുണ്ട്. ഞാൻ കാണിച്ചു തരാം, നോക്ക്, എവിടെ കാണുന്നുണ്ടോ? ഇതൊന്നും മനസ്സിലാവണില്ല. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. ഇതിലുണ്ടാവും, 2 സൈസിലുണ്ടാവും. കാക്കൂൻ്റെ സൈസ് നോക്കിയെടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ഡ്രസ്സ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് പുറത്തിറങ്ങണത്. ഇതാണ് എൻ്റെ എയർപോഡ്, അല്ല ട്രൈപോഡ്. കൈ പുറത്ത് വെച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിലെ കണ്ട് നമുക്ക് ഓടിച്ചാടി നടക്കാനൊക്കെ തോന്നും, പക്ഷെ നമ്മൾ ചെയ്യരുത്, പണി കിട്ടും ഗൈസ്. കാണട്ടെ, ഇതൊന്ന് കാക്കുണ്ട്, എനിക്കൊന്ന് തരും എൻ്റെ ഒരു കൈമക്ക്, അറ്റ്ലീസ്റ്റ് ഒരു കൈയെങ്കിലും. സോ നമുക്ക് ഗ്ലൗസ് ഇടാം. മറ്റേതോ ഈ ആയുധങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വണ്ടികളുണ്ടോ, ഇതിൻ്റെയൊക്കെ ടയർ നോക്കിയേ പൂന്തി കിടക്കണം. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തോണ്ടിയെടുക്കണം. വണ്ടി അവിടെ അതാ ഫുള്ള് സ്നോല്. ഇതൊന്നും ഒരുപാട് നേരം കാലമായിട്ട് ഇവിടെ നിർത്തിയിട്ടൊന്നുമല്ല കേട്ടോ. ഇവിടുന്ന് ഇന്നലെ രാത്രി ഒരു ഉച്ചക്കൊക്കെ ശേഷം ഉണ്ടായി മഞ്ഞല്ലേ കാക്കു? ഇന്നലെ രാത്രി ഒരു 7 മണിക്കൊക്കെ തുടങ്ങിയ മഞ്ഞാണ്. ഇത്രയും മഞ്ഞ് ഇവിടെ ഒട്ടും മഞ്ഞുണ്ട്, ചെറിയൊരു മഞ്ഞുണ്ട്. ആദ്യം മഞ്ഞ് ചാടിനു, അതൊക്കെ പിന്നെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന മഞ്ഞത്. ഒരുപാട് മഞ്ഞൊന്നും ഉണ്ടായില്ല ഫസ്റ്റ്. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ലൈവായിട്ട് ചന്തി കുത്തി വീഴുന്ന ഒരു വീഡിയോ ഇതിൽ പെടുത്താം. സംഭവം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ മഞ്ഞ് റിമൂവ് ചെയ്യണൊരു വണ്ടി ഉണ്ട് കേട്ടോ. നമുക്ക് നോർമൽ പാർക്കിംഗ് ഒന്നും പറ്റൂല, ഇങ്ങനെയാണ്. പിന്നെ ആ വണ്ടി ഉണ്ടോ മുന്നിൽ, നമ്മൾ JCBൻ്റെ ഒരു സൈഡത്തെ കൊട്ടല്ലേ, അതുപോലത്തെ കൊട്ട വെച്ചിട്ട് മഞ്ഞ് കളയാണത്. നിൽക്കുന്നുണ്ടോ? ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ആക്ച്വലി നല്ല രസമുണ്ട്. നമുക്കിനി നമ്മളെ വണ്ടി മഞ്ഞിന്ന് കോരി എടുക്കുന്നൊക്കെ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. വണ്ടി എവിടെയോ ആണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം മഞ്ഞായി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ പാർക്കിംഗ് ഒന്നും കിട്ടില്ല. ഐ എം കമ്മിങ്, ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നടന്നോ. ഞാൻ ബാക്ക് ക്യാമറ ഓണാക്കി കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള വ്യൂസ് കാണിച്ചിടാം. റോഡൊക്കെ നോക്ക്. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യണം, എന്താ ഈ ഒരു ലെവലിൽ മഞ്ഞ് ഇവിടെ വരാത്തേന്ന്. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് മഞ്ഞ് കാണാത്തതിൻ്റെ വിഷമേനു. ബട്ട് നോ ഐ ആം ഹാപ്പി. പൂർത്തിയായി. അയ്യോ എൻ്റെ കൈയൊക്കെ തണുത്തിട്ട്. നല്ല വെണ്ണ പോലത്തെ മഞ്ഞോട് മഞ്ഞ്. നമ്മൾ ഇങ്ങനെ വൃത്തിയുള്ള മഞ്ഞ് ഇങ്ങനെ ചവിട്ടി നടക്കുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഹായ് കണ്ടോ, അവിടെ എന്ത് വൃത്തിയാനോ അതൊക്കെ കേടെത്തിയപ്പോൾ എനിക്കൊരു സന്തോഷം. ഇതൊക്കെ അല്ലേ നമ്മുടെ സന്തോഷം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ.
ഞാനും ഉണ്ട് കാക്കു, ഗ്ലൗസ് ഇടട്ടെ. പക്ഷെ നമ്മൾ ഗ്ലൗസ് വല്ല മെച്ചല്ല. വി ഷുഡ് ഹാവ് ടു ബൈ അനദർ വൺ മേ ബി. കാക്ക കാറും തോന്നി ബാഗൊന്നും അതിൻ്റെ ഉള്ളിൽ വെക്കാൻ. അത് നല്ലൊരു ഐഡിയ ആവും. എങ്ങനെ മനസ്സിലായില്ല? അത് അപ്പുറത്തോട്ട് ബുദ്ധിമുട്ടാവില്ലേ? ആണോ? അയ്യോ, ഇങ്ങോട്ട് വാങ്ങിക്കാലോ, ഇങ്ങോട്ട് വാങ്ങിക്കാലോ. നമ്മൾ മണൽ മാന്തൽ, മണ്ണ് മാന്തൽ ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഇതാണ് മഞ്ഞ് മാന്തൽ. ഒരു ദിവസം ചെയ്യുമ്പോൾ ബോറടിക്കും. ഇല്ല, കാനഡയിൽ മഞ്ഞ് ക്ലീൻ ചെയ്യുന്ന മെഷീനാണിത് ഗായ്സ്. എൻ്റെ മഞ്ഞ് ക്ലീൻ ചെയ്യുന്ന മെഷീൻ. അതാണ് ആ മഞ്ഞിങ്ങനെ ഉരിക്കണം അവിടെ. ഇന്ന് 0.5 ലൈഫിൽ ഇത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായില്ല. പക്ഷെ നല്ല രസം. ഞാൻ ക്ലീൻ ചെയ്യണോ? ഫോൾസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫോൾസ് ആണ് ഞാൻ കണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ സീസൺ. പക്ഷേ ഫോൾസിനെക്കാട്ടിലും എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയത് വിന്ററാണ്. ഫോൾസ് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നിന്നുല്ലേ. പക്ഷെ ഇത് അങ്ങനല്ല. പിന്നെ ഇത് ഫോൾസ് ചില സ്ഥലത്തേക്ക് നമ്മൾ പോയാൽ നമുക്ക് കാണാം. ഇത് നമ്മളെ വീടിന്റെ മുറ്റത്തും എവിടെ പോയാലും അവിടെ ഒക്കെ കുറച്ച് ദിവസം ഉണ്ടാവും രസം. ഇതാ ഒലിച്ച് തൂങ്ങി നിൽക്കുക. പിന്നെ മഞ്ഞിന്റെ ഒരു ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാറ് ഭയങ്കരമായിട്ട് മെസ്സാവും. കണ്ടോ, നല്ല ചളിയാണ്. അപ്പോൾ നമ്മള് പക്ഷെ അതെപ്പോഴും ചളിയാവും വിചാരിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാണ്ടിരിക്കരുത്. ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിലാറ് കേടാവും. ഈ വണ്ടിൻ്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കാണി. അവിടെ വേറൊരു വണ്ടിയൊക്കെ ആണി. That's so nice. വിമാനം ആകാശത്ത് കൂടെ ഒലിക്കുമ്പോ മേലിന് താഴത്തേക്ക് നോക്കുമ്പോ എന്താ മേലെയും താഴെയും ഫുള്ള് മഞ്ഞക്കരം. കാണിച്ചതാ. See this? This kind of snow we have here.
മഞ്ഞലയിൽ മുങ്ങിത്തപ്പി ഉണ്ട കാക്കോ. ഹായ്, സ്നോഫോളായി. ഈ ഐസ് കളയിൽ ഇപ്പോഴൊന്നും തീരൂല. ഇറ്റ് വിൽ ടേക്ക് എ ലിറ്റിൽ മോർ ടൈം. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വണ്ടി മൂവായിട്ട് ഞാൻ വരാം. അതുവരെ വെയിറ്റ് ചെയ്യൂ ഗായ്സ്. ഒന്നുകൂടി കാണിച്ചിടാം. ആരുണ്ട്? കാരണം ഇവിടെ സ്നോ വരുന്നില്ല, ഞാൻ കാണുന്നില്ല. അപ്പം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു സ്നോ ആണ് കേട്ടോ. അത് നൈസല്ലേ, കുറച്ച് വിട്ടുനിന്ന് കാണിച്ചില്ല. അപ്പം നമുക്ക് ഞാനത് എടുക്കണവും കാണും. ഞാൻ അവിടെ പോയിട്ട് എടുക്കട്ടോ. ഒരു മിനിറ്റ് കാക്കൂ, ഞാൻ വിളിക്കതൊന്ന് കാണിച്ചു. കാക്കു വണ്ടി എടുക്കണം, ഞാൻ കാണിച്ചില്ല. ഒരുവിധം തീരുമാനമായി. അയ്യോ, ഗ്ലൗസ് തണുക്കാടുന്നതാ. ഗ്ലൗസുമ്പോൾ തൊട്ടാൽ ഏറെ തണുപ്പ്. സോ ഗൈസ്, വാ, വേറെ വണ്ടി വരുന്നുണ്ട്, നമ്മൾ ഓലെ പരിഗണിക്കണം. വിൻ്ററിന് നമുക്ക് പ്രത്യേകം തന്നെ ടയർ കേട്ടോ. നമ്മൾ നോർമൽ ടയറിലാണോ വരുന്നത് എന്നുള്ള ഡൗട്ടുള്ളവർക്കാണത്. വിൻ്ററിൽ നമ്മൾ വേറെ തന്നെ ടയറൊക്കെ ഇട്ടു. സോ കേറാം. സോ അപ്പൊ ഇനി ബാക്കി വിൻ്റർ പരിപാടികൾ എന്തൊക്കെയാണ് ഞാൻ പോകെയാണ് അപ്ഡേറ്റ് ചെയ്യാം. സോ ഈ റോഡും ഇതിൻ്റെ ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണിച്ചില്ല കേട്ടോ. നമുക്ക് മഞ്ഞുമല. ഓ, എന്താരും വിചാരിക്കരുത് ഓളൊന്ന് കാനഡയിൽ പോയിൻ്റെ പ്രഹസനം എന്ന് വിചാരിക്കരുത്. കാരണം എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഇവിടെ വന്നതൊന്നും കാണാൻ പറ്റിക്കോളന്നില്ലല്ലേ കാക്കു. അപ്പോൾ പറ്റുന്നോലൊക്കെ വരിക, മാക്സിമം അങ്ങനത്തെ ഒക്കെ കാണാം, ദാറ്റ്സ് ഓക്കെ. പക്ഷെ എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ പറ്റിക്കോളുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ എടുത്തു വെക്കാൻ. അവിടെ ആരോ എൻ്റെ മാതിരി ബാൽക്കണിയിൽ നിന്ന് മഞ്ഞ് ഉരുട്ടി വിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നു വിൻ്റർ ആവുന്ന സമയത്ത് ലൈറ്റൊന്നും ഇല്ലാതെ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും. പക്ഷേ മറ്റേത് സീസണിനെക്കാട്ടിലും കൂടുതൽ ലൈറ്റാണ് വിൻ്ററിൻ്റെ സമയത്ത്. നല്ല വെളിച്ചാണ്. മേലെയും വെള്ള, താഴെയും വെള്ള. പക്ഷെ റോഡൊക്കെ ഭയങ്കര ചളിയക്കരം. അത് ഒന്നാമത് റോട്ടിലൊക്കെ ഉപ്പിടും അവർ. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ് കേട്ടോ ഈ കാണുന്നത്. സ്കൂളൊക്കെ അടച്ചു പൂട്ടിയോ കാക്കു? എന്ത് ഭംഗിയാണ്. സമയം ഇപ്പോൾ 2:26 കേട്ടോ. വിചാരിക്കുന്ന നമുക്കൊക്കെ വൃത്തിക്ക് കാണാൻ പറ്റും. മഞ്ഞിൽ വരകാൻ വേണ്ടി ഞങ്ങൾ വന്നത് എവിടെയാണെന്ന് നോക്കൂ. നോക്ക്, നമ്മള് വീടും. നമ്മളിത് എവിടെയെന്നറിയോ? നമ്മൾ ആദ്യത്തെ വീടുണ്ടായില്ലേ ഇതവിടെ, അതിൻ്റെ നേരെ മുന്നിലൊരു പാർക്ക് ഉണ്ടായില്ലേ, ഒരു ഗ്രീൻ കളർ ഫുള്ള് ഗ്രൗണ്ടൊക്കെ. ആ പാർക്കാണ് ഇത്. ഞങ്ങൾ ഇന്നലെ ഇതിൽ പാസ് ചെയ്ത് പോയപ്പോൾ ഇത്ര ഫുള്ള് ചെറിയൊരു മഞ്ഞിൻ്റെ ഒരു ഇതുള്ളൂ. പക്ഷെ ഇന്ന് നോക്ക് മൊത്തം മഞ്ഞായി. സോ ബ്യൂട്ടിഫുൾ. ഇനി നമ്മളിവിടെ കിടന്ന് വരകും. കാല് തണുക്കാതെ മതിയോ? നമുക്കപ്പോൾ ആദ്യം എവിടെയെങ്കിലും പോയി നിൽക്കാം. നമ്മളുടെ ഈ ട്രൈപോഡൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിർത്തി പ്രതിഷ്ഠ ഉറപ്പിക്കാം. നമുക്ക് ആ മരത്തിന് അങ്ങോട്ട് പോലെ ആക്കും. ഇതവിടെ ലീഫുള്ള ക്രിസ്മസ് ട്രീൻ്റെ അടുത്തേക്ക്. ഒക്കെ ട്രൈപോഡ് അല്ല, ഇതിന് പറ്റുമോ കുന്തം?
പോലത്തെ മഞ്ഞാണ്. നല്ല മഞ്ഞ്, മഞ്ഞോട് മഞ്ഞ്. നമ്മളെ സാധനം ഇവിടെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാം. നമുക്ക് അവിടെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്താൽ മതി ഫ്രണ്ടിൽ. ചെയ്യുന്നത് ഫോണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇത് വെക്കാം. അപ്പൊ നിങ്ങൾക്കെല്ലാം കാണാം. കേട്ടോ അതിന്റെ മുകളിലാകണം വേറെ മരം പിടിച്ചു നോക്കി. നീ നോക്കാം, വലിയ മരടി. ആ ആ മതി കഴിഞ്ഞൂടെ മതി. മഞ്ഞൾ വിരിഞ്ഞ പൂക്കളല്ലേ? ശരി, ക്ലോസ് കാണിച്ചു കൊടുക്ക് ഹോൽക്ക്. നോക്ക്, ഹൗ ബ്യൂട്ടിഫുൾ ഇതിനുള്ളൊക്കെ നോക്കി, മരത്തിൻ്റെ ഉള്ളൊക്കെ എന്ത് ഭംഗിയാ നോക്കി. അതിൻ്റെ ഉള്ളിലൊക്കെ ആയിക്കഴിഞ്ഞാല് കാക്കു കുറച്ച് റിസ്കി ഷോട്ട്സ് ഒക്കെയാണ് എടുക്കുന്നത്. അതെ അതെ, കയ്യും കാലൊക്കെ സൂക്ഷിക്കുക. കാക്ക അതിൻ്റെ ഉള്ളിൽ കൂടെ കോയിൽ ഇങ്ങനെ ഇതാക്കിക്കളാ, ഇതിന്റെ ഓട്ടയിൽ കൂടെ. ഹായ്, ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. റാസ്ബെറി ലൈഫിൻ്റെ വിന്റർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഓഫാ കാക്കൂന് പേടിയാണ് മഞ്ഞ് കണ്ടെത്തുന്നത്. എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. കാക്കു ഓടാണ് മഞ്ഞ് കണ്ടിട്ട്. മഞ്ഞ് മഞ്ഞ് കാട്ടിക്കൊടുക്കുക, നല്ല മഞ്ഞ്, പൊടിമഞ്ഞ് കണ്ടോ. ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കട്ടെ. എന്നിട്ട് എൻ്റെ ബാക്കിയുള്ള കലാപരിപാടികൾ ഞാൻ കാണിച്ചു തരാം. പൊട്ടനെ എൻ്റെ തലിക്കായില്ല.
സോ ഗൈസ് നമ്മൾ കുറച്ചൊക്കെ ഫോട്ടോസും വീഡിയോസും എടുത്തു. ലൈറ്റ് പോയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ വി ഹാവ് സം ഗുഡ് പിക്ചേഴ്സ്. ആൻഡ് ഇന്ന് നമ്മൾ പരിസരം മറന്ന് മഞ്ഞ് കളിക്കാൻ പോവാണ്. ഇവിടെ കുറച്ച് പ്രൈവസി ഉണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി രസമാണ് ഇവിടെ കളിക്കാൻ. അവർക്കൊക്കെ എത്തുമ്പോഴത്തേന് ആളുകൾ കാണും. ആളുകൾ വിചാരിക്കും ഈ പെണ്ണിന് വട്ടായോന്ന്. എന്തിനാ വെറുതെ നമ്മളറിയാത്ത നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണത്. സോ കാക്കു ഇവിടെ നടന്നൊരു വഴി തന്നെ സൃഷ്ടിച്ചു. ഒന്നും പറയാനില്ല. നമ്മളെ ജാക്കറ്റും നമ്മളെ ഷൂസും ഒരു രക്ഷയില്ല. ഇത്രയും നേരം ഈ മഞ്ഞത്ത് ഞാൻ അടപടലം മണ്ടിയിട്ടും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം. ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ മഞ്ഞത്ത് ഉണ്ടാക്കിക്കാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ബട്ട് ഐ എം വെരി സോറി, എനിക്ക് അതിനുള്ള യാതൊരു കഴിവുമില്ല. നമുക്കൊരു സ്നോമാൻ ഉണ്ടാക്കിയാലോ കാക്കു? അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. വലുതോ? ലെറ്റ്സ് ട്രൈ ദെൻ. കാക്കു ഇത് ഓഫാക്കോ? ആ, ഞാൻ ഓഫാക്കാം. നമുക്ക് ഇനി മഞ്ഞ് കൂട്ടി കൂട്ടി വെച്ച് ഗ്ലൗസ് ആണോ? സ്നോമാൻ്റെ ഉണ്ടാക്കാൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതെ, ഞാൻ ഉരുട്ടെ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സ്നോമാൻ ആണ്, അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് സ്നോമാൻ എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ. നീ ഇതിന്റെ മേലൊക്കെ എങ്ങനെ അടുത്ത ഉണ്ടാക്കും? പക്ഷെ അത് നല്ലോണം കട്ടിയാക്കണതേ, നല്ലോണം കട്ടിയാക്കണല്ലേ. പൊളി പ്രസ് ചെയ്യാൻ നല്ലോണം. അങ്ങനത്തെ ആയത്തേക്കല്ല പ്രസ് ചെയ്യും. പ്രസ്സാവുള്ള ഇതൊന്നും പരിപാടി നടക്കില്ല. പ്രസ്സാവുണ്ട്, ഇതൊക്കെ ഉള്ളിലേക്ക് പോവാണ്. ശരിയാക്കും. ഞാനിതിനെ കാണിച്ചത് കാക്കൂരെ, അറിയില്ല എന്റെ കാലാവാസനെ പറ്റി. ഇല്ല, കുറച്ചൊക്കെ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു കുരുത്തപ്പെട്ട കുട്ടി ഇത് വന്ന് കേടെടുത്തുന്നുള്ളതാണ് ഇതിന്റെ വേറൊരു സത്യം. അതാ ഫ്രണ്ട്, ഇതാ ഫ്രണ്ട്. ഞാൻ എന്തെന്നാ പറയാ, അയ്യോ അതിന്റെ ഷേപ്പ് ഒന്നും മനസ്സിലാവണില്ലല്ലോ കാക്കു. വെള്ളം മണടി എല്ലാം നേരമല്ല. ഇതാണ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്റ്റാറ്റ്യൂ. അവിടെ ഉണ്ട കൊണ്ടുവന്നോ? അത് പൊട്ടിച്ചു. ഓക്കെ, നമ്മൾ കാർവ് ചെയ്തെടുത്ത ഒരു ഐസാണിത്. ഈ കുഞ്ഞി തല പറിച്ചെടുത്ത് ഈ തലനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓ മൈ ഗോഡ്, ആ വീഴരുത് കാക്കു. ഒരു കോലോണം തരുമോ കാക്കു? ഒരു ആത്മാർത്ഥതയില്ല.
കോലുണ്ടെങ്കിൽ സുഖമുണ്ട്. തല നമുക്ക് ഭദ്രമായി ഇവിടെ സൂക്ഷിക്കാം. ഇത് നമ്മള് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. നൈസായിട്ട് കേട്ടോ. നമുക്ക് ഇതിനെ ഇതിൽ കുത്തി താക്കി വെക്കാം. ഉള്ളിൽ കുത്തി കയറ്റിയാൽ മതി. എന്നിട്ട് വേണമൊക്കെ വേണം പൊട്ടാൻ. ഐസ് നമ്മള് അയ്യോ എന്താ മൂക്ക് എവിടെ ഉണ്ടാവുക? മൂക്ക് മുകളിലായതേ, ഇവിടെ വരാ? കുറച്ചുകൂടെ മുകളില്. ഇവിടെ യാ ഓക്കെ. ആ ഇതൊക്കെയല്ലോ കണ്ണ്. പക്ഷെ ഒരു കണ്ണുള്ളൂ ഉണ്ടാവും. അപ്പൊ അത് കോലുത്തിയാ മതി, കണ്ണങ്ങനെ തന്നെ. ആണോ? ഇവിടെ ആ yes. Oh my god. Super. Huh? Guys, and finally this is my first ever snowman in my entire life. See? നമുക്ക് ഇനി സ്നോമാൻ്റെ വീടൊക്കെ ഒന്ന് ചൊറക്കാക്കി കൊടുക്കാം. കുഞ്ഞൊരു ലവ് ഉണ്ടാക്കട്ടെ. ലവ് how is it? Please comment below. വലിയ കുഴപ്പമില്ലല്ലോ. ഒരു കുട്ടി ആദ്യമായിട്ട് ഒരു സ്നോമാൻ ഉണ്ടാക്കുമ്പോൾ what you are expecting more than this? I thought it's good. ഞാൻ നോക്കട്ടെ. ഞാൻ അതിൻ്റെ ഒരു ക്ലോസ് ലുക്ക് കാണിച്ചു കേട്ടോ നിങ്ങൾക്ക്. കാണുമ്പോൾ വെള്ളാട്ടപ്പോക്കര മാതിരി ഉണ്ടെങ്കിൽ തികച്ചും അയ്യോ കുറച്ച് സൂം ഔട്ട് മതിയായിരുന്നു. തികച്ചും സാങ്കല്പികമല്ല. എന്താ ഇനി പറയാ, എന്തോ ഇനി പറയുമല്ലോ. സോ ഞാൻ എൻ്റെ സ്നോമാൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കട്ടെ. നമ്മളിതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് എന്തെൻ്റെ ഹാർട്ടും ഒരു പുള്ളി ഈശ്വരാക്കാടാണോ. നമ്മൾ ഇവിടുന്ന് ഏകദേശം പോവാണ്ടോ. അത് നമ്മളുണ്ടാക്കിയ ലൗച്ചിനാ ഞാനും കാക്കും. We are almost to go. പ്രോബബ്ലി ഈ വീഡിയോയിൽ നിങ്ങൾ കാക്കൂനെ കൂടുതലായിട്ടൊന്നും കാണില്ല. ബിക്കോസ് കാക്കൂന് അതൊന്നും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്ന സാധനമല്ല. കാരണം മൂപ്പര് കുറേ ആയിട്ട് ഇവിടെ നിൽക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട്. പക്ഷെ എന്നെ അങ്ങനെയല്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഈ സാധനം പിടിക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊരു മഞ്ഞിൽ വന്ന് പോയ ഒരു അനുഭൂതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. നിങ്ങൾക്കിപ്പോൾ തണുക്കുന്നുണ്ടോ? ഉണ്ടാവും, കാരണം കുറേ നേരമായിട്ട് മഞ്ഞിലല്ലേ. See this? Full of snow. അപ്പോൾ യാത്രക്കുള്ള നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നാളെ നമുക്ക് ക്രിസ്മസ് ആണ്. മേ ബി നമുക്ക് നല്ലൊരു പോകാം ക്രിസ്മസിൻ്റെ പ്രോഗ്രാം കിട്ടും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത്. നല്ലൊരു ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത്.
അങ്ങനെയൊക്കെ നല്ല അത്യാവശ്യം നല്ല പ്രോഗ്രാം ആണെങ്കിൽ വി വിൽ കം അഗെയിൻ വിത്ത് എ ക്രിസ്മസ് വീഡിയോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫോർ ടുഡേ. എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ലിറ്ററലി എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല. പക്ഷെ കാക്കുവിൻ്റെ കാലിൻ്റെ ഉള്ളിൽ മഞ്ഞ് കയറി കാക്കൂടെ നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഓൾറെഡി 2 പാൻറ്റും 2 സോക്സും 2 കുപ്പായവും അതിൻ്റെ മേലെ ജാക്കറ്റും എല്ലാം ഫുൾ സെറ്റപ്പ് ചെയ്തു. എനിക്കിന്ന് മഞ്ഞ് കടന്ന് വിരകണം എന്ന് ഞാൻ കാക്കുനോട് പറഞ്ഞു. സോ എനിക്കൊരു പ്രശ്നമല്ല ഈ നേരം വരെ. സ്റ്റിൽ ഐ ആം വെരി ഓക്കെ. സോ ബൈ ബൈ.